അയാൾ എൻ്റെ അടുത്ത് ടേസ്റ്റ് പോലും നോക്കരുത് പറഞ്ഞു. കാരണം എന്തെന്നറിയോ, എന്നെ നന്നായി അസ്സലാമലൈക്കും, ഹലോ, ഹായ്. ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ പാലക്കാടൻ കാറ്റിൻ്റെ സൗണ്ട് കേട്ടോ. ഇവിടെ കടൽ പ്രദേശമൊന്നുമല്ല കേട്ടോ. കഞ്ചിക്കോട് വിൻഡ് മില്ല് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതിൻ്റെയൊക്കെ ഒരു വിൻഡ് മില്ല് വരാൻ കാരണം കഞ്ചിക്കോട് അത്രയും കാറ്റുള്ളത് കൊണ്ടല്ലേ എന്ന് ചിന്തിച്ചൂടെ? അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഈ ഒരു സീസൺ ഭയങ്കര കാറ്റായിരിക്കും. കൈയും കാലൊക്കെ മൊളിയും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഇന്നത്തെ വ്ളോഗ്. സൺഡേ വ്ളോഗാണ്. സൺഡേ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാകുമ്പം എന്തായാലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കില്ല ഉച്ചയ്ക്ക്. ഞാൻ രാവിലെയും ഉച്ചയ്ക്കും കൂടെ 2 നേരം കൂടി സ്പെഷ്യൽ ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അത് കാരണമാണ് ഉച്ചയ്ക്കൊക്കെ നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാക്കുന്നത് കേട്ടോ. ചായ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാലൻസ് ചെയ്യാണ് സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചിട്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചായ എല്ലാം വെച്ച് ഉമ്മാക്കും ഉപ്പാക്കും ഇക്കാക്കും കൊണ്ടു കൊടുത്തു. അയൻകുട്ടി ഇതാ മദ്രസയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മയും ഉപ്പയും ഇക്കയും ഒക്കെ ചായ കുടിക്കുന്നു. ഞാൻ ചായ കുടിക്കുന്നതിൻ്റെ അവിടെ നിന്നില്ല, കാരണം എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ നിന്നില്ല കേട്ടോ. വേഗം ഓടി. ഇവിടെ വന്നപ്പോഴത്തേക്കും റിഹാൻ എന്താണ് കോഫി ഉണ്ടാക്കട്ടെ ചോദിച്ചിട്ട് അവനിതാ കോഫി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. അവൻ്റെ സ്വന്തം റെസിപ്പിയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്താണ് ചെയ്യാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. ഷെയ്ക്കർ എടുത്തിട്ട് അതിലോട്ട് കോഫി പൗഡർ ഇട്ടിട്ട് പഞ്ചസാര ഇട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഷെയ്ക്ക് ചെയ്തതും അതങ്ങ് പുറത്തോട്ട്, അത് കുലുക്കിയതും അങ്ങോട്ട് കുറച്ച് പുറത്തോട്ട് പോയി. പിന്നെ നന്നായി ഷെയ്ക്ക് ചെയ്തത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നല്ല ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തിളപ്പിച്ച പാലാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. ആള് അതുകൊണ്ട് പോയി. പിന്നെയും തിരിച്ചു വന്ന് മധുരമില്ല സിനിമ എന്നും പറഞ്ഞ് മധുരം ഇട്ടിട്ട് പോയിട്ടോ. അത്രയും മഗ് ഫുള്ള് കോഫി ഉണ്ടാക്കിയിട്ട് അവൻ കുടിച്ചു തീർക്കാൻ കുറേ കഷ്ടപ്പെട്ടു ആള്. ഞാൻ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കിയില്ല, എന്താ അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. അവൻ സ്വയം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അവൻ സ്വയം ഉണ്ടാക്കി, അവൻ സ്വയം കുടിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ ഇതാ ഞാൻ വാഷിങ്ങിനൊക്കെ ഇട്ടിട്ട് അടിച്ചു വാരാനുണ്ടായിരുന്നു മുറ്റം. ഈ ഒരു സൈഡ് ഞാൻ വേഗം അടിച്ചു വാരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിലോട്ടൊക്കെ കിടക്കാൻ. ഇന്ന് ഗീയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഈ ഒരു ചൂല് കൊണ്ട് ഞാൻ മുറ്റടിക്കുമ്പോഴാണ് തോന്നുന്നു ഒരുപാട് പേര് ഉള്ളിലടിക്കുന്ന ചൂല് തന്നെയാണോ ചോദിക്കുന്നത്. രണ്ടും വേറെ ചൂലാണ്. ഒന്ന് പഴയ ചൂലായിരുന്നു കേട്ടോ. അതിന് ഞാൻ ഉള്ളിലടിക്കുന്നത് പുറത്തിട്ടിട്ട് ഇപ്പോൾ പുറമേ അടിച്ചു വരും. അപ്പോൾ നമ്മുടെ ട്രൈപോഡ് നിൽക്കുന്നത് കണ്ടില്ലേ, അതാണ് എൻ്റെ ട്രൈപോഡ് ഒരെണ്ണം. പിന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന വേറൊരു സംഭവമാണ് കേട്ടോ. അത് ഞാൻ കാണിക്കാം എന്താണെന്നുള്ളത്. പിന്നെ ഇതാ തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് പോയി. തേങ്ങ പൊളിച്ചപ്പോഴാണ് ക്യാമറ ഓൺ ആകുമ്പോൾ തേങ്ങ പൊളിക്കാനും കിട്ടുന്നില്ല അല്ലേ ജിനിത്ത എന്ന് ചോദിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം ഞാൻ പൊളിച്ചില്ല. അങ്ങനെ തേങ്ങ പൊളിച്ച് കറിവേപ്പില എടുത്ത് അവിടെ ജസ്റ്റ് തേങ്ങ പൊളിച്ചതിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു, അതിനേക്കൊന്ന് അടിച്ചു വാരി അങ്ങോട്ട് കളഞ്ഞു കേട്ടോ. പിന്നെ നേരെ വന്നത് ആ തേങ്ങ ചെറുവാണ്. നമുക്ക് ചട്നി അരയ്ക്കണം, മുളക് ചട്നി അരയ്ക്കണം. ഇന്നും ദോശയാണോ ചോദിച്ചാൽ ഇന്ന് ഉമ്മാക്കും ഉപ്പാക്കും ഇക്കാക്കൊക്കെ മസാല ദോശ. കുട്ടികൾക്ക് ഇന്നലെ ഫുഡ് രാത്രി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ ഒന്നും ഞാൻ കാരണം പെട്ടെന്നൊരു ഗസ്റ്റ് വന്നതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് മേടിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അവർ ക്യാമറയിൽ കംഫർട്ടാണോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. അത് കാരണം ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ ബാക്കി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇന്നലെ പൂരിക്ക് ഉണ്ടാക്കിയ മസാല ബാക്കി ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ മസാല ദോശ ആക്കിയിട്ടാണ് കേട്ടോ ഇന്ന് കൊടുക്കുന്നത്. കറക്റ്റ് 3 ദോശ ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞാൻ ഇവർക്ക് 3 പേർക്കും കൊടുത്തു. കുട്ടികൾക്ക് പിന്നെ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ കൊടുത്തപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ.
അപ്പോൾ വേറെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ സ്കൂളിലേക്കൊക്കെ പറഞ്ഞേക്കുമ്പോൾ രാവിലെ എണീച്ച് പത്തിരി ഉണ്ടാക്കുക, ഇടിയപ്പം ഉണ്ടാക്കാനൊക്കെ എനിക്ക് പാടാണ് കേട്ടോ, ഉള്ളത് പറയാമല്ലോ. ഇടിയപ്പം പൊതുവേ എനിക്ക് പാടാണ്, പത്തിരി പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇടിയപ്പം എനിക്ക് ടെന്നീസ് എൽബോ ഉള്ളത് കാരണം എനിക്ക് പീച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ഈ ടെന്നീസ് എൽബോ എന്നൊക്കെ ചോദിക്കുമായിരിക്കുമല്ലേ. അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ അപ്പോൾ ആൻസർ പറയാം കേട്ടോ എന്താണെന്നുള്ളത്. കുറേ പേർക്ക് അറിയാം. അപ്പോൾ ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഗ്രീൻ ടീ കൊടുത്തിരിക്കുകയാണ് ഞാൻ ഇക്കാക്ക്. ഞങ്ങളും കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഡയറ്റ് ഫുഡൊക്കെ കഴിച്ച്. അതുപോലെ ഡയറ്റ് ഫുഡൊന്ന് കാണിക്കുമോ ചോദിച്ചു. എനിക്കിപ്പോൾ അത് കാണിക്കാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. ഞാൻ കാണിക്കാം ഇൻഷാല്ലാ. ഞാൻ കുറഞ്ഞിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ലെങ്കിൽ എൻ്റെ ട്രെയിനർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻഷാല്ലാ കാണിക്കാം. അങ്ങനെ ജിനിത്ത് ഒരുപാട് തടിയൊന്നും ഇല്ല എന്നുള്ള കമൻസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ തടി ഓവർ വെയ്റ്റ് തന്നെയാണ്. ഞാൻ 10 കിലോളം ഓവർ വെയ്റ്റ് ആണ്. എന്തായാലും അത്രയൊന്നും കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് കുറയ്ക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നെയ്യ് എടുത്താലോ. കുറേ പേര് നെയ്യ് എടുക്കുന്നത് എങ്ങനെയാണ്, നെയ്യ് കുപ്പി പൊട്ടിയത് കാരണം എണ്ണ ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണല്ലേ ഇത്ത എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നെയ്യൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി എടുക്കുള്ളൂ കേട്ടോ. അത് കാരണം ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ നെയ്യ് എടുത്തു. ഒരു പ്രാവശ്യം ഒരു ജാറിൽ അടിച്ചപ്പോഴത്തേക്കും നമുക്ക് ഇത്രയും നെയ്യ് കിട്ടിയിട്ടോ. അപ്പോൾ ഈ ഒരു നെയ്യിലേക്ക് ഞാൻ പഴയ പാലും തൈരും എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം അടിയിൽ ഭയങ്കര ലൂസായിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. ക്രീം അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് അടിക്കാൻ കിട്ടിയില്ല. അത് കണ്ടില്ല, അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിനെ അങ്ങനെ തിളപ്പിച്ചിട്ട് കിട്ടുന്ന നെയ്യ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടില്ലേ. പക്ഷേ ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഒരുപാട് ടൈം എടുക്കും. നമ്മൾ വെണ്ണ എടുത്തിട്ട് നെയ്യ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പരിപാടി കഴിയുകയും ചെയ്യും. 2 കാര്യമുണ്ട്, വെണ്ണയും കിട്ടും നെയ്യും കിട്ടും. ഇങ്ങനെ വെണ്ണാക്കിയിട്ട് ഇതും നമുക്ക് നല്ല എയർ ടൈറ്റ് ബോക്സിൽ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ബട്ടറിന് പകരമൊക്കെ ബട്ടറായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ബട്ടർ തന്നെയാണല്ലോ. അപ്പോൾ സോൾട്ട് ബട്ടർ ആണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അതിലൊന്നും പ്രശ്നമില്ല കേട്ടോ. അത് കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നെയ്യാവുന്നത് കണ്ടില്ലേ. മറ്റേ ജസ്റ്റ് തിളച്ച് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അത് ആവാൻ കുറേ ടൈം എടുക്കും. ചിലപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചൊക്കെ ഉണ്ടാക്കി കഴിയണത് വരെ അത് അവിടെ തന്നെ ഇരിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ആയ ശേഷം ഇതിനെ അരിച്ച് മാറ്റാം. ഒന്ന് ചൂടാറിയ ശേഷം അരിച്ച് മാറ്റാം. അപ്പം ഞാനിപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്, അതിലോട്ട് ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഞാൻ ഇങ്ങനെ അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ജസ്റ്റ് അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ 65 ആക്കിയാലോ. ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് കേട്ടോ. ചിക്കൻ എടുത്തിട്ടുണ്ട്, ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ കുരുമുളകാണ്. പിന്നെ ഞാനിവിടെ ചെറിയ ജീരകം പൊടിച്ചത് ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സ്പൂണിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ തൈരും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ നേരത്തെങ്കിലും മാറ്റി വയ്ക്കണം കേട്ടോ. ഞാൻ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയപ്പോൾ ഒരു 2 മണിക്കൂർ നേരം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോടി നിൻ്റെ ഒരു ഫിഷ് ഫ്രൈ എന്നും പറഞ്ഞൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ അതിന് ശേഷം ഒരു ഗ്രേവിയും കൂടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ഫുള്ളായി കണ്ടാലേ ഉള്ളൂ എവിടെ എന്ത് എന്നൊക്കെ എങ്ങനെയൊക്കെ മനസ്സിലാവുള്ളൂ. മിക്സിയുടെ ജാറിലിട്ട് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 3 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 3/4 സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി നമുക്കൊരു 3/4 സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ഇതുപോലെ ആക്കിയിട്ടെടുക്കണം. ഇത് വേറെ ചിക്കനാണ് കേട്ടോ, ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 1.5 കിലോ ചിക്കനിലോട്ട് ഈ ഒരു മസാല അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ പുതിന മല്ലിയിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് 1 സ്പൂൺ വലിയ സ്പൂണിന് തൈരും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ അങ്ങ് മാറ്റി വയ്ക്കാം. ഇതും കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഞാൻ വലിയുള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വലിയുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പുറത്ത് കണ്ടില്ലേ നമ്മുടെ നെയ്യ് ഇനിയും ആയിട്ടില്ല. ഞാൻ എന്തിനാണ് അത് എടുക്കുന്നത്, അത്രയും ഗ്യാസിൻ്റെ ചിലവാണല്ലോ അല്ലേ. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ആയി വന്ന ശേഷം ഞാൻ ഇതിലോട്ട് 2 തക്കാളി
കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ, അതുവരെ നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. പിന്നെ ഇതാ ഓപ്പൺ ആക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇല്ലേ, അതങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതാ ഇവിടെ ഇങ്ങനെ മൊഞ്ചത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഓരോ പീസ് സൈസായിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. മൊത്തത്തിൽ കൊട്ടി കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത്, വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഇത്തിരി സമയമാകുമ്പോൾ ഒന്ന് ഇളക്കിയും കൂടിയും കൊടുക്കാം കേട്ടോ. ഹെവി ആവണ്ട. അപ്പോൾ ഈ ചട്ടി നിറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി പകുതിയിലേ ഒന്ന് ഇളക്കിയാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ട്. അപ്പോൾ വീണ്ടും നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ടൊന്നും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഒരു 2 മിനിറ്റോളം ഒന്ന് ഇളക്കിയെടുത്ത ശേഷം അടച്ച് വയ്ക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിന്ന് വെള്ളമൊക്കെ വരും. നമ്മുടെ നെയ്യ് കണ്ടില്ലേ, എത്ര നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഊറ്റിയെടുക്കാം കേട്ടോ. അതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ജീരകശാല അരി എടുത്തിട്ടുണ്ട്. അത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇത് ഏകദേശം 5 നാഴിയുണ്ട് കേട്ടോ ഈ ഒരു അരി. അപ്പോൾ പാത്രത്തിൽ അളന്നിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഈ പാത്രത്തിൽ ഒരു 1/4 ഭാഗമുണ്ട്. അപ്പോൾ അളവ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ചിക്കൻ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ നേരത്തെ മസാല കൂട്ട ചട്ടിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അത് ചുഴറ്റിയിട്ടാണ് കേട്ടോ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലെ മസാലേനെ പോലും നമ്മൾ വെറുതെ വിടരുത് കേട്ടോ. അപ്പോൾ നേരത്തെ മസാല ആക്കിയ ചട്ടിയിൽ ഇത്തിരി വെള്ളമാക്കിയിട്ട് അത് നന്നായി ചുഴറ്റിയിട്ട് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. കാരണം ഈ ഒരു പ്രോസസ്സിലാണ് ചിക്കനിലോട്ട് ഉപ്പും മുളകും എല്ലാം പിടിക്കുക അല്ലേ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. സ്റ്റൗ അപ്പുറത്തോട്ടൊന്ന് മാറ്റിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്കിവിടെ നെയ്ച്ചോറും ഉണ്ടാക്കാമല്ലോ. വെറുതെ എന്തിനാ സമയം കളയുന്നേ അല്ലേ. അപ്പോൾ നെയ്ച്ചോറിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നെടുത്ത് നല്ല ഫ്രഷ് നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 വല്യുള്ളി, അതുപോലെ 4 പച്ചമുളക്, ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കാം. ഇത് എൻ്റെ അമ്മായിയമ്മ സ്പെഷ്യൽ നെയ്ച്ചോറാണ് കേട്ടോ. കുറച്ചും മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 വലിയ സ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കാം. ഞാൻ സാധാരണ എൻ്റെ ഉമ്മയുടെ സ്പെഷ്യലുകളാണ് അധികം കാണിക്കാറില്ലേ. അപ്പോൾ ഇത് ഇവിടുത്തെ ഉമ്മാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നല്ല മെൽട്ടായിട്ട് വരട്ടെ. എല്ലാം ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ ആവട്ടെ. നമ്മുടെ ഈ നെയ്ച്ചോറിന് വെള്ള കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. പിന്നെ അരി എത്രയാണോ അളന്ന് വെച്ചത് അതിന് 2 പാത്രം, അതായത് 1 ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, അങ്ങനത്തെ അളവിലാണ് നമ്മളിവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് നാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് കമ്മിയായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ എണ്ണ മേലോട്ട് തെളിഞ്ഞ് വരണം, അപ്പോഴുള്ളൊരു സമാധാനം ഉണ്ടാവുക. അപ്പോൾ ഞാൻ വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. അത് കുക്കായി വരട്ടെ. നമ്മുടെ വെള്ളം അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ അരി കുതിർക്കാനിട്ട് അരിനെ കഴുകിയിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ നമ്മുടെ അരിയിൽ. അപ്പോൾ അരി ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് അടച്ച് വെക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ഓയിലും നെയ്യൊക്കെ തോന്നും. പക്ഷേ നമ്മളിത് കുക്കായി വരുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ പിടിച്ചാൽ പോലും കിട്ടൂല. ഒക്കെ അതിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നേരത്തെ ഞാൻ ഒബ്സർവ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ജിനി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരിക. കാരണം എനിക്ക് പ്രൊണൗൺസിയേഷൻ എപ്പോഴും കുറച്ച് വീക്കാണ് കേട്ടോ. ഞാൻ എല്ലാതും അറിഞ്ഞിരിക്കുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ. അപ്പോൾ ചിക്കൻ കറി അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ നെയ്ച്ചോറും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നെയ്ച്ചോറിൽ തക്കാളി ഇടും. നിങ്ങളുടെ നാട്ടിൽ തക്കാളി ഇടുക വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. തക്കാളി ഇടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് അടി പിടിച്ചോ എന്നൊരു ഡൗട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതാണ്. ഇനിയും അടി പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ നന്നായി ഇളക്കി ഒന്ന് ലെവലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. കറക്റ്റ് വേവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെയ്യൊന്നും ഞാൻ ഇനി മുകളിലൂടെ ഒഴിച്ചൊന്നും കൊടുക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നെയ്ച്ചോറും ചിക്കനൊക്കെ അവിടെ ആയി വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സ്ഥിരം പരിപാടിക്ക് വേഗം പോയിട്ടോ. ഒന്ന് തുടച്ചെടുത്തിട്ടില്ലെങ്കിൽ എന്ത് സമാധാനമാണ് അല്ലേ. എന്നെപ്പോലുള്ളവർ ഒരുപാട് പേരുണ്ട് എന്ന് അറിയാം. എന്നാലും ഞാൻ പെട്ടെന്നൊന്ന് തുടച്ചെടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. പക്ഷെ ഞാൻ ഇന്ന് കഴിക്കാനിരിക്കുന്നില്ല കേട്ടോ. ടേബിളിൽ
കാരണം എൻ്റെ കൺട്രോൾ പോയി കിട്ടും. അതുകൊണ്ട് ഞാൻ ഇന്ന് കഴിക്കാനിരിക്കില്ല എന്ന് തീരുമാനിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാ അപ്പോൾ ധൃതി പിടിച്ച് കുളിക്കുന്നത്, ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ സമാധാനത്തോടെ പോയി കുളിച്ചാൽ മതിയില്ലേ എന്ന് തോന്നിയിട്ടോ. അപ്പുറത്ത് ഉപ്പാക്കുള്ള ചോറ് വെച്ചതാണേ. ഇതാ നമ്മുടെ ചിക്കൻ ഇതാ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇച്ചിരി ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്താൽ സംഗതി സെറ്റായിട്ടോ. പലരും പറയും ചിക്കനിലോട്ട് തൈര് ഒഴിക്കാൻ പാടില്ല, ലെമൺ ഒഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ ചിക്കൻ എപ്പോഴും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ലെമണും തൈരൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, ഫിഷിലാണെങ്കിലൊക്കെ. അപ്പോൾ അത് കറിവേപ്പില ഇട്ട് കൊടുത്ത് സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ 65 ആവശ്യമുള്ള കോൺഫ്ലവറും കൂടി തട്ടിക്കൊടുത്ത ശേഷം നമ്മൾ പൊരിച്ചെടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ 65 ആവത്തില്ല. അപ്പോൾ ഞാൻ കോൺഫ്ലവറും മൈദയും ഈക്വലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ആക്കിയ ശേഷം നല്ല തിളച്ച എണ്ണയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇന്ന് ഇതുണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലുലുവിൽ പോയപ്പോൾ നല്ല നീണ്ട പച്ചമുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചിക്കൻ പൊരിച്ചതിലേക്ക് ആ നീണ്ട പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്കാക്ക് ഒടുക്കാത്ത ഇഷ്ടമാണ് കേട്ടോ. അത് ഒടുക്കത്താന്ന് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. ഇതാ ഇങ്ങനെ. അപ്പോൾ ഞാൻ വീണ്ടും അതിനൊക്കെ കട്ട് ചെയ്തു, നടുക്കെ ഒന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തു. മേലോട്ട് പൊട്ടിത്തെറിക്കും എന്നുള്ളൊരു ഉൾവിളി എനിക്കുണ്ടായതുകൊണ്ട് ഞാൻ വേഗം മൂടി വെച്ചു. കാരണം ഒരുപാട് സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. കറിവേപ്പില ഇട്ട് കൊടുത്തു, ഞാൻ വേഗം അടച്ചു വെച്ചു. അപ്പോൾ ഫൈനലി ഇതാ ഈ ലുക്കായിരുന്നു സംഭവത്തിന്. ഫുഡ് കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം, അങ്ങനെ ആകുമ്പോൾ നല്ല മൊഞ്ചുണ്ടാവും. ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല, ഞാൻ അങ്ങനെ ഫുഡ് കളർ യൂസ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി കേട്ടോ. ഇനിയിപ്പോൾ അത് അവരൊക്കെ കഴിക്കുമ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും ഞാൻ ഡയറ്റ് എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അവരെ പട്ടിണിക്കിടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അവർ സമാധാനത്തോടെ കഴിക്കട്ടെ അല്ലേ. ये जो पर्टिकुलर चीज आप देख पा रहे हैं ये इंडिकेटर्स है वो है ऑफ द रेंज पे है और 3 हिस्सों में है और उस तरीके से रहती है, कोई भी किसी भी तरीके का टैपोमीटर नहीं आता है. അങ്ങനെ പിള്ളേരെല്ലാവരും കൊണ്ടുവച്ചു. ഉമ്മ വിളമ്പി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ അതാ എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുകയാണ്. ഇനി അവർ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനി വരാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. എനിക്ക് വളർന്നിടയിൽ അവൻ കൊണ്ടുപോയി ഞാൻ ആദ്യമായിട്ട് എങ്ങനെയുണ്ട്? അയാൾ എൻ്റെ അടുത്ത് ടേസ്റ്റ് പോലും നോക്കരുത് പറഞ്ഞു. കാരണം എന്തെന്നറിയോ, എന്നെ നന്നായി അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനി വരാം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ FB പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് 90K അടിച്ച വിവരം ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.